Hi students, welcome to the lecture. Today we will be dealing with economics of growth and development. Without much delay, let's move on to the topic. Economic growth. Economic growth is measured by the percentage increase in GDP. ജി ഡി പിയിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് അനുസരിച്ചാണ് നമ്മൾ ഇക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഗ്രോത്ത് പോസിറ്റീവും ആണ്, അതേപോലെ തന്നെ നെഗറ്റീവുമാണ്. Economic growth automatic ആയിട്ട് സംഭവിക്കുന്നു and it is a quantitative concept and it's measured by the percentage increase in GDP. Then let's see what is development. Development എന്താണെന്ന് നോക്കാം. Development is the increase in the level of production and enrichment of living standards. ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്തിരിക്കുന്നത് എങ്ങനെ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തും, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ് ഉള്ളത്. ആൻഡ് ഇറ്റ്സ് ഔട്ട്കം ഈസ് പ്ലാൻഡ് ആൻഡ് റിസൾട്ട് ഓറിയന്റഡ് പ്രോസസ്. ഡെവലപ്മെന്റിന്റെ ഔട്ട്കം വളരെ പ്ലാൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും അതിന്റെ പ്രോസസ്സും. ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു നെസസറി കണ്ടീഷൻ ആണ്, പക്ഷെ അത് ഡെവലപ്മെന്റിന് ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല. ഗ്രോത്ത് വേണം, പക്ഷെ ഡെവലപ്മെന്റിന് ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റേറ്റീവും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവും കൺസെപ്റ്റ് ആണ്. അതുപോലെ ഡെവലപ്മെന്റ് മെഷർ ചെയ്യുന്നത് പെർ ക്യാപിറ്റ ഇൻകം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, ഡെവലപ്മെന്റ് മെഷർ ചെയ്യുന്നത്. ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ GDP യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്, പക്ഷേ ഡെവലപ്മെന്റ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. എക്കണോമിക് ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, പക്ഷേ ഇക്കണോമിക് ഡെവലപ്മെന്റ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവുമാണ്. ഗ്രോത്ത് ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല, പക്ഷെ ഒരു നെസസറി കണ്ടീഷൻ ആണ്. ഡെവലപ്മെന്റിനകത്തുള്ള ഔട്ട്കം പ്ലാൻഡ് ആണ്, റിസൾട്ട് ഓറിയന്റഡ് ആണ്. പക്ഷെ ഇക്കണോമിക് ഗ്രോത്ത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. ഇക്കണോമിക് ഗ്രോത്ത് പോസിറ്റീവ് ഗ്രോത്തും ഉണ്ടാകാം, നെഗറ്റീവ് ഗ്രോത്തും ഉണ്ടാവാം. ദെൻ ഈ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. മീനിങ് ഇക്കണോമിക് ഗ്രോത്ത് റെഫേഴ്സ് ടു ദ റൈസ് ഇൻ ദ വാല്യൂ എവറിത്തിങ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഇക്കണോമി. അതായത് എന്തൊക്കെ സംഭവങ്ങളാണോ നമ്മുടെ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ റേസിങ്ങിനെയാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് റൈസ് ഇൻ ദ റിയൽ നാഷണൽ ഇൻകം ഡ്യൂ ടു സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ലോങ് പീരീഡ്. ലോങ് പീരീഡിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് കാരണം റിയൽ നാഷണൽ ഇൻകത്തിന്റെ അകത്ത് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി സ്കോപ്പ് നോക്കുവാണെങ്കിൽ ദ സ്കോപ്പ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഇസ് നാരോ. ഇക്കണോമിക് ഗ്രോത്ത് ഒരു നാരോ കൺസെപ്റ്റ് ആണ്, പക്ഷെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്, ഒരു ബ്രോഡർ കൺസെപ്റ്റ് ആണ് when compared with economic growth. Okay. ഇനി ഇക്കണോമിക് ഗ്രോത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ്. ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ GDP വെച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ GNP വെച്ചിട്ടായിരിക്കും ഇക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത്. ഗ്രോത്ത് റിലേറ്റ്സ് ടു എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ വൺ ഓഫ് ദ കമ്പോണൻസ് ഓഫ് GDP. That is consumption, government spending, investment, net exports. ഈ കമ്പോണൻസിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ഇൻക്രീസിനെ നമുക്ക് ഗ്രോത്ത് എന്ന് പറയാം. GDPക്ക് അത് കൺസപ്ഷൻ ഇൻക്രീസ്, ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു, നെറ്റ് എക്സ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്യുന്നു, അതൊക്കെ ഗ്രോത്ത് ആണ്. ഓക്കെ, നമ്മൾ GDP അല്ലെങ്കിൽ GNP യൂസ് ചെയ്തിട്ടാണ് ഇക്കണോമിക് ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത്. ഇക്കണോമിക് ഡെവലപ്മെന്റിനെ എന്തിനാണ് നോക്കുന്നത്, ലൈഫ് എക്സ്പെക്ടൻസി, ഹ്യൂമൻ ഡെവലപ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ വെച്ച് നോക്കുന്നത്. ഡെവലപ്മെന്റ് റിലേറ്റ്സ് ദ ഗ്രോത്ത് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡിസസ്. That is a decrease in inequality of income and wealth and structural changes that improve the quality of life of people. നമ്മൾ പറഞ്ഞു ഇക്കണോമിക് ഡെവലപ്മെന്റിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് കുറച്ചുകൂടി അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നെസസറി കണ്ടീഷൻ ആണ്, പക്ഷെ ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല ഇക്കണോമിക് ഗ്രോത്തിന്, ഇക്കണോമിക് ഡെവലപ്മെന്റിന്. ഈ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ലൈഫ് എക്സ്പെക്ടൻസി, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ്. സോ ഇത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇനിക്വാലിറ്റി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് എക്കണോമിക് ഡെവലപ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സിന് കാണുന്നത്.
ഇനി ഇക്കണോമിക് ഗ്രോത്തിന്റെ മെഷർമെന്റ് എങ്ങനെയായിരിക്കും? ഇക്കണോമിക് ഗ്രോത്തിന് നമ്മൾ റിയൽ GDP അല്ലെങ്കിൽ GNP യൂസ് ചെയ്തിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത്. പക്ഷെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് നമ്മൾ മെഷർ ചെയ്യുന്നത് PQLI, HDI, HPI ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റിനെ മെഷർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എക്കണോമിക് ഗ്രോത്തിനെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇനി എക്കണോമിക് ഗ്രോത്തിന്റെ നേച്ചർ എന്താണ്? ഇത് ഈസ് ദ റിസൾട്ടന്റ് എഫക്റ്റ് ഓഫ് ആൻ ഒക്യുറൻസ്. എന്തെങ്കിലും ഒരു സംഭവം ഒക്വർ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടന്റ് എഫക്റ്റ് ആണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദ പ്രോസസ് ആണ്. ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോസസ്സും എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റിസൾട്ട് എഫക്റ്റുമാണ്. Okay, then economic growth എന്ന് പറഞ്ഞിരിക്കുന്നത് the concept of economic growth is generally used by developing countries. നോക്ക്, economic growth എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ആരാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്? It is used by the developing country like India. And economic development is mainly used by the developed countries like UK, USA പോലെയുള്ള developed countries ആണ് economic development എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. Then economic growth എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? It shows the quantitative change which reflects the rise in national income. നാഷണൽ ഇൻകത്തിനെ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള കൺസെപ്റ്റിനെ അവർ എംഫസൈസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ക്വാളിറ്റേറ്റീവ് എംഫസൈസസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് അവർ നാഷണൽ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിനെ മാത്രമല്ല നോക്കുന്നത്, പക്ഷേ ആ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റും ഇക്കണോമിക് ഡെവലപ്മെന്റിൽ നോക്കുന്നുണ്ട്. ഇവിടെ റൈസ് ഇൻ നാഷണൽ ഇൻകം മാത്രമാണ് നമ്മൾ എവിടെ നോക്കിയത്? ഇക്കണോമിക് ഗ്രോത്തിൽ നോക്കിയത്. പക്ഷേ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ നമ്മൾ എന്തൊക്കെ നോക്കുന്നുണ്ട്? പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ റൈസും അതുപോലെ തന്നെ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി പ്രോസസ്, എക്കണോമിക് ഗ്രോത്തിന്റെ പ്രോസസ് എങ്ങനെയാണ്? റാപ്പിഡ് പ്രോസസ് ആണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്കണോമിക് ഡെവലപ്മെന്റോ അതൊരു സ്ലോ പ്രോസസ് ആണ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ പോസിബിൾ ആവും? എക്കണോമിക് ഡെവലപ്മെന്റ് ഇല്ലാതെ തന്നെ എക്കണോമിക് ഗ്രോത്ത് പോസിബിൾ ആകും. പക്ഷെ നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെന്റ് പോസിബിൾ ആകണമെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നെസസറി കണ്ടീഷൻ ആണ് എക്കണോമിക് ഡെവലപ്മെന്റിന്, ഈവൻ ദോ ഒരു സഫീഷ്യന്റ് കണ്ടീഷൻ അല്ലെങ്കിലും. സോ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണം. സോ ഈ ഒരു ചാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അണ്ടർ ഡെവലപ്മെന്റ് എന്താണെന്ന് പഠിക്കാം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എന്താണെന്ന് നോക്കാം. അണ്ടർ ഡെവലപ്മെന്റ് ഈസ് എ റിലേറ്റീവ് കോൺസെപ്റ്റ്. The concept of underdevelopment is relative one because it is the comparison of quality of life between economies that differentiates them in underdeveloped and developed. അതായത് നമ്മൾ അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി കമ്പാരിസൺ ആണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് സേ രണ്ട് ഇക്കോണമി എടുക്കുക, ഇന്ത്യയുടെയും യുകെയുടെയും എക്കോണമി എടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അനുസരിച്ച് ആ എക്കോണമിനെ ഡെവലപ്ഡ് എക്കോണമി, അണ്ടർ ഡെവലപ്ഡ് എക്കോണമി എന്ന് പറഞ്ഞ് തിരിക്കുന്നു. സോ അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റിലേറ്റീവ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സോ അണ്ടർ ഡെവലപ്മെന്റ് സസ്റ്റെയിൻസ് ആബ്സല്യൂട്ട് പോവർട്ടി. ഓൾദോ concept of underdevelopment is relative, but it sustains as absolute poverty. Absolute poverty refers to a state of poverty wherein the people fail to fulfill even their basic needs in terms of food, clothing and shelter. അതായത് മനുഷ്യന് സ്വന്തം ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫുഡ്, ക്ലോത്തിങ്, അതേപോലെ തന്നെ ഷെൽട്ടർ. ഈ ബേസിക് നീഡ്സ് പോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ലാത്ത ജനങ്ങൾ ആബ്സല്യൂട്ട് പോവർട്ടി സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ലൈഫിൽ സർവൈവ് ചെയ്യാൻ മാക്സിമം കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. Thus underdevelopment and absolute poverty go together, or underdevelopment sustains absolute poverty. So നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒരു അണ്ടർ ഡെവലപ്മെന്റ് ഉള്ള ഒരു കൺട്രിയിൽ അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഉറപ്പായിട്ടും സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അണ്ടർ ഡെവലപ്മെന്റും അബ്സല്യൂട്ട് പോവർട്ടിയും ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. ഓക്കെ, അണ്ടർ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അബ്സല്യൂട്ട് പോവർട്ടിയും അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, then characteristics of underdeveloped
economies. It is difficult to find an underdeveloped economy representing all the representative characteristics of underdevelopment. While most of them are poor in nature, they have diverse physical and human resources, socio-political conditions, and culture. Some of the common characteristics displayed by most of the underdeveloped countries in the world as follows. അതായത് വളരെ കഷ്ടപ്പാടാണ് അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ഏതാണ് അല്ലാത്ത കൺട്രീസ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ. ബിക്കോസ് ഒരിടത്ത് എന്തെങ്കിലും കാര്യത്തിന് അവർ പുവർ ആണെങ്കിൽ പക്ഷെ അവരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഡൈവേഴ്സ് ആയിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ ഇനി പറയുന്നത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനും ലോ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും ഇൻ കമ്പാരിസൺ ടു ദ ഡെവലപ്ഡ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അതായത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് എല്ലാവർക്കും എന്തായിരിക്കും ലോ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. Then slow growth rate of per capita income. Lower per capita income and slow growth rate of per capita income are the characteristics of these countries. Underdeveloped countries-ന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ് ലോവർ പെർ ക്യാപിറ്റ ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ വളരെ പതിയെയാണ് അവരുടെ ഗ്രോത്തും. Then other thing is economic inequalities. High inequality of income and wealth is another common feature of underdeveloped countries. High inequality of income അതേപോലെ തന്നെ wealth ഇത് underdeveloped countries-ന്റെ ഒരു common feature ആണ്. In these countries, large percentage of national income is shared by small segment of society, while larger segment of society gets barely enough to survive. അതായത് rich and poor divisions വളരെ കൂടുതലായിരിക്കും. 10% റിച്ച് പോപ്പുലേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള 90% വരുന്ന ജനങ്ങൾ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എമൗണ്ട് മാത്രം കയ്യിലുള്ളവരായിരിക്കും. സോ എക്കോണമിക് ഇൻഇക്വാലിറ്റി പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ. ഈവൻ ഈ എക്കണോമിക് ഇൻഇക്വാലിറ്റി ഡെവലപ്ഡ് കൺട്രീസിലും ഉണ്ട്. പക്ഷെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്റെ അത്രയും നമുക്ക് അതവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. The next one is low level of living. Level of living in the underdeveloped countries is low because of lower per capita income. Low per capita income ആണ് എങ്കിൽ എന്താണ് ഓൾറെഡി നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവായിരിക്കും അല്ലെ. സോ ലോവർ ലെവൽ ഓഫ് ലിവിംഗ് ഓഫ് ദ പീപ്പിൾ ഓഫ് അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ഓൾസോ റിഫ്ലക്ട് in Human Development Index prepared by United Nations Development Program. UNDP prepare ചെയ്യുന്നതാണ് Human Development Index. അപ്പോൾ എന്താണ് ഈ ലോ ലെവൽ ഓഫ് ലിവിംഗ് ആണെങ്കിൽ അങ്ങനെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. HDI of developed countries is high, whereas underdeveloped countries it is very low. ഓക്കെ, ഡെവലപ്ഡ് കൺട്രീസിന്റെ HDI കൂടുതലായിരിക്കും, പക്ഷെ അണ്ടർഡെവലപ്ഡ് കൺട്രീസിന്റെ HDI കുറവാണ്. Then low rate of capital formation. The rate of capital formation is very low in underdeveloped countries due to the low income levels and high incidence of poverty. Okay. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവാണ് എവിടെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ. അതിന് കാരണം എന്താണ്? അവർക്ക് ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ അബ്സല്യൂട്ട് പോവർട്ടിയും കൂടുതലാണ്. സോ എന്താ സംഭവിക്കുക? അവിടെ ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. Then backward techniques of production. Underdeveloped countries use outdated technology for production. Lack of capital leads to less spending on research and development. Underdeveloped countries-ൽ outdated ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല അവർക്ക് ക്യാപിറ്റൽ ഇല്ല അല്ലെങ്കിൽ അവർക്ക് എമൗണ്ട് ഓഫ് മണി ഇല്ല എങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ എന്താ സംഭവിക്കുക? അവരുടെ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ബാക്ക്വേർഡ് ആയിരിക്കും. Then high growth rate of population and dependency burden. These countries are categorized by high growth rate of population and a high dependency burden. ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പോവർട്ടി അങ്ങനത്തെ ഒരുപാട് സ്ട്രൈക്കിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കും കൊടുക്കുക. സോ കൂടുതൽ പോപ്പുലേഷൻ വരുമ്പോഴത്തേക്കും ഡിപ്പെൻഡൻസി ബർഡൻ, ഒരാൾ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തരത്തിലോട്ടേക്ക് ആ ഒരു ഇക്കോണമി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് മാത്രമല്ല അവിടെ ജോബ്
ആക്ടിവിറ്റീസ് വളരെ കുറവായിരിക്കും. അതിന്റെ പ്രധാന കാരണം ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നീട് അവർക്ക് ലാക്ക് ഓഫ് ക്യാപിറ്റൽ ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനൊന്നും കൊടുക്കുവാനായിട്ടുള്ള പൈസ അവർക്കില്ല. ഇൻകം കുറവാണ്, പോവർട്ടി കൂടുതലാണ്. സോ ഇങ്ങനെ ഹൈ പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ ഡിപ്പെൻഡൻസി ബർഡനും അതുകൊണ്ട് തന്നെ കൂടുന്നു. Then low productivity of labor. Underdeveloped economies are categorized by low labor productivity and low skill development. നമുക്ക് അണ്ടർഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആണെങ്കിൽ അവിടെ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ലേബറിന്റെ സ്കിൽസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒന്നും അവിടെ നടക്കുന്നില്ല. സോ എന്താ സംഭവിക്കുക, അവിടെ ലേബർ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും ഉണ്ടാവുക ഡ്യൂ ടു ദ ലാക്ക് ഓഫ് സ്കിൽ. Then underutilization of natural resources. Proper ടെക്നോളജിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് നാച്ചുറൽ റിസോഴ്സസിനെ അതിന്റെ മാക്സിമത്തിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രിക്ക് അറിയത്തുണ്ടാവില്ല. അത് മാത്രമല്ല ആ ഒരു ഇക്കോണമിയിൽ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിരിക്കും ആ റിസോഴ്സസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനോ ട്രേഡ് ജനറേറ്റ് ചെയ്യാനോ ടെക്നോളജീസ് ഇംപ്രൂവ് ചെയ്യാനോ അങ്ങനെയൊന്നും സാധിക്കില്ല. That is because their capability to exploit them is very low. Then large scale unemployment. Large scale unemployment is the another characteristic feature of underdeveloped countries. Underdeveloped countries ന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് അൺഎംപ്ലോയ്മെന്റ് കൂടുതലായിരിക്കും. ബിക്കോസ് അവിടെ ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ലേബർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുകയാണെന്നെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിക്ക് അവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പെർസിസ്റ്റ് ചെയ്യും. Then dominance of agriculture. Large section of people in underdeveloped economies depends on primary sector for employment. നോക്ക് അഗ്രികൾച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോക്ക് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറിലായിരിക്കും ഇവര് ശ്രദ്ധ കൊടുക്കുന്നത്. ബിക്കോസ് ഒരു അണ്ടർ ഡെവലപ്ഡ് ഇക്കോണമി ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് അഗ്രികൾച്ചറിലായിരിക്കും. പക്ഷെ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൺട്രീസിൽ വെൽ ഡെവലപ്ഡ് ആയിരിക്കത്തുമില്ല. ദെൻ ഹൈ ഇൻസിഡൻസ് ഓഫ് പോവർട്ടി. നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർ ക്യാപിറ്റൽ ഇൻകം കുറവാണ്. സോ ഹൈ ഇൻസിഡൻസ് ഓഫ് പോവർട്ടി ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബാക്ക്വേർഡ്നെസ്. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? The economic elements which leads to the economic development. അതുപോലെ തന്നെ social elements which leads to the social development. ഇതൊക്കെ വളരെ കുറവാണ് ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇക്കോണമീസിന്. സോ അണ്ടർ ഡെവലപ്മെന്റ് എക്കോണമീസിന് ഈ ബോട്ടം ലെവലിൽ ഇൻഫ്രാസ്ട്രക്ചർ കിടക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേജ്, ക്യാപിറ്റൽ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതൊക്കെ വളരെ കുറവായിരിക്കും ഇവിടെയുള്ളവർക്ക്. ദെൻ ലോ വോളിയം ഓഫ് ഫോറിൻ ട്രേഡ്. നമുക്ക് ഓൾറെഡി അറിയാം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് എക്സ്പോർട്ട് പ്രൈമറി പ്രൊഡക്ട്സ് ലൈക്ക് അഗ്രികൾച്ചറൽ ഗുഡ്സ്, മിനറൽസ്, പെട്രോളിയം, ഓയിൽ എക്സെട്ര. ഇമ്പോർട്ട് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് എസ്പെഷ്യലി കൺസ്യൂമർ ഗുഡ്സ്. ടേംസ് ഓഫ് ട്രേഡ് ഗ്രോസ്ലി അൺഫേവറബിൾ ടു അൺഡെവലപ്ഡ് കൺട്രീസ്. ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഈ അഗ്രികൾച്ചറൽ ഗുഡ്സ്, മിനറൽസ്, പെട്രോളിയം, ഓയിൽ ഇതൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. പ്രൈമറി പ്രൊഡക്ട്സ് മാത്രമാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്താ സംഭവിക്കുക, ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, അതായത് കൺസ്യൂമർ ഗുഡ്സ്. ഇവര് സെൽഫ് സഫിഷ്യന്റ് അല്ല ഒന്നിലും. ബിക്കോസ് അവർക്ക് സ്വന്തമായിട്ട് നമ്മളെ ഇന്ത്യയിൽ ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങണം. അതിന്റെ പരിപാടികളൊക്കെ നടക്കുകയാണ്. ബിക്കോസ് നമ്മള് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽഫ് റിലയൻസ് ആക്കുക നമ്മുടെ കൺട്രീനെ. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതേപോലെ ഒരു കൺസെപ്റ്റ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഇല്ല. സോ വാട്ട് ഹാപ്പൻ, ലോ വോളിയം ഓഫ് ഫോറിൻ ട്രേഡ് ആയിരിക്കും ഉണ്ടാവുക. So that's end of this session. Thank you so much and God bless.